ബുദ്ധിമുട്ട് പറഞ്ഞു മാറ്റി വെക്കരുത്. ചെയ്യാനുള്ളത് ചെയ്തോണം. എന്തുകൊണ്ടാ കുതിരപ്പന്തി വീടിനടുത്തുള്ള അമ്പലം തന്നെ ജോത്സ്യം പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും അമ്മേ? മോളിനി സ്ഥിരമായിട്ട് ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കേറാനും ഉള്ളവളാ. അതാണ് ദേവി ജോത്സ്യന്റെ നാവിലൂടെ പറഞ്ഞു തന്നത്. 10 ദിവസം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുക്കാം. പക്ഷേ അമ്പലത്തിനടുത്തൊരു താമസ സൗകര്യം വേണം. അത് അമ്മയൊന്ന് റെഡിയാക്കി തരണം. അവിടെ അടുത്ത് ഏതെങ്കിലും ഒരു വീട്ടില് പേയിങ് ഗസ്റ്റായിട്ട് ക്യാഷ് എത്രയാണെങ്കിലും കുഴപ്പമില്ല അമ്മേ. കുതിരപ്പന്തി വീടുള്ളപ്പോ മോള് പുറത്തു പോയി താമസിക്കാൻ ഞാൻ സമ്മതിക്കോ? മോള് കുതിരപ്പന്തി വീട്ടിൽ നിന്നാ മതി, അങ്ങോട്ട് പോരെ. അയ്യോ, അത് ശരിയാവില്ല അമ്മേ. അതൊരു പക്ഷേ വിപിൻ ഡോക്ടർക്കും അനുവിനും ഒന്നും ഇഷ്ടപ്പെടില്ല. ഇക്കാര്യത്തിലെ മോൾ ആരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. മോളെ വിളിക്കുന്നത് ഈ ഞാനാ. മോൾ അങ്ങോട്ട് പോരെ. മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. അത് വേണോ അമ്മേ? ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണെന്ന് അനുവിന് തോന്നിയാലോ? മോളുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്റെ മനസ്സിലും അതേ ഉദ്ദേശമുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തിൽ അത് ദുരുദ്ദേശമാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും സാധിക്കാന്നുള്ളതാ പ്രധാനം. അതിനുവേണ്ടി മോള് 11 ദിവസവും കുളിച്ചു തൊഴണം. അത് കുതിരപ്പന്തി വീട്ടിൽ നിന്ന് തന്നെ പോയി ചെയ്താ മതി. പറ്റിയാലേ ഞാനും മോളുടെ ഒപ്പം വരാം. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, എന്നാലും അതിന്റെ ആവശ്യം ഉണ്ടാവുന്ന? ആവശ്യമുണ്ട്. മോള് കുതിരപ്പന്തി വീട്ടിൽ വരുന്നു, താമസിക്കുന്നു. എന്ത് കാര്യത്തിനാ ഇപ്പൊ ഇങ്ങനെ? പുറത്തുനിന്നുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ട കാര്യം എന്താ? അതിന് നീലിമ മോള് നമുക്ക് അന്യൊന്നുമല്ലല്ലോ. കുതിരപ്പന്തി തറവാട്ടിലൊന്നും അല്ലല്ലോ. തൊട്ടു തീണ്ടിയ ബന്ധങ്ങളൊന്നും ഇല്ലതാണ്. ഓ, അതിപ്പോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി 10 ദിവസം ഇവിടെ താമസിക്കുന്നതിൽ എന്താ കുഴപ്പം? എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകും. പിന്നെ ആശുപത്രി പോണേല് ബിബിയുടെ കൂടെ പോവാലോ. അതുകൊണ്ട് തന്നെയാ വേണ്ടാന്ന് പറഞ്ഞത്. നിനക്കറിയില്ലേ ലക്ഷ്മി, കല്യാണ ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ ആ കുട്ടി കാരണം. മോള് കേട്ട പാടങ്ങ് സമ്മതിച്ചോ? ഇല്ലച്ചാ, അത് നീലിമ ചേച്ചിയുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞാനതിന് തടസ്സം നിന്നാ. അനുക്കുട്ടിക്ക് യാതൊരു എതിർപ്പും ഇല്ല. അനുക്കുട്ടി നല്ല അന്തസ്സും സംസ്കാരമുള്ള കുട്ടിയാ. അതുകൊണ്ട് തന്നെ നീലിമ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അവൾക്ക് ഒരു എതിർപ്പുമില്ല. നമ്മുടെ വീട്ടിലൊരു ബന്ധു വന്ന് കുറച്ചു ദിവസം താമസിക്കുന്നു, അങ്ങനെ കരുതിയ പോരെ. മകന്റെ കല്യാണ ദിവസം ഒരു പിടി ചോറ് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളക്ക് പോലും കൊടുക്കാതെ ഈ കുട്ടിയെ പുറത്തു നിർത്തിയവളാ നീ. അതിനെല്ലാം കാരണക്കാരി ആരായിരുന്നു? ഓ, അതൊന്നും ഇപ്പൊ കുത്തിച്ചകഞ്ഞ് പുറകോട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ കാര്യത്തിൽ നീലിമയ്ക്ക് നല്ല ദുഃഖമുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ മകനെതിരെയുള്ള കേസ് അവള് വേണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ എന്താ, ഡിവൈഎസ്പിക്ക് പിടിപാടില്ലാഞ്ഞിട്ടാണോ? എന്തൊക്കെ പറഞ്ഞാലും ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നേ ഞാൻ പറഞ്ഞു. ആ, പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യമൊക്കെ വിപിയോട് പെട്ടെന്നൊന്ന് പറയണം. വിഷുവിന് തന്നെ പറ്റിയ നമുക്കങ്ങ് തുടങ്ങി വെക്കാം.
വിഷുക്കൈ നീട്ടമായിട്ട് അമ്മയുടെ കയ്യിലേക്ക് അനുക്കുട്ടിയുടെ വക ഒരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങ് വെച്ചു കൊടുക്കണം. ഒരു പൊന്നാണയം, അല്ലേ അമ്മേ? പോടി അവിടുന്ന്. അനുക്കുട്ടി പൈസ ഇട്ടില്ലെങ്കിൽ എന്താ? നമ്മുടെ ബിസിനസ് അനുക്കുട്ടിയുടെയും കൂടെയല്ലേ? നമുക്ക് കുതിരപ്പന്തി വീട്ടിൽ വരാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാവണം ആ ബിസിനസ് തുടങ്ങാൻ. അനുക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സമ്പത്തും എസ്റ്റേറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനുക്കുട്ടിയുടെ പേരിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, അവിടെയുള്ളതെല്ലാം എനിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ആ, അതൊക്കെ അന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ പുതിയതായിട്ടൊരു കുഞ്ഞു വരാൻ പോവല്ലേ, അതിനായിരിക്കില്ലേ എല്ലാം. പോരാത്തേനെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അമ്മയും കൂടെ വന്നിരിക്കേ. എന്താ അവരുടെ പേര്? സുഭദ്രാമ്മ. ആ, സുഭദ്രാമ്മ. ഓ, അവരുടെ നിയന്ത്രണത്തിലാ കാര്യങ്ങളിപ്പോ. നന്ദന്റെ അമ്മയാണെങ്കി ഇപ്പൊ സ്ഥലത്തും ഇല്ല. ആ, അതെന്തെങ്കിലും ആവട്ടെ, വാ. എന്തായാലും നമ്മുടെ എല്ലാം പ്രാർത്ഥന മോൾക്കുണ്ട്. ഇനിയിപ്പോ ഡോക്ടർ നീലിമ മോള് കൂടി 10 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തിനാ? നമ്മുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാന്. ആ, പിന്നെ നീലിമയുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും കൂടിയാ. ഒരു നെയ്വിളക്ക്. ഡോക്ടർ നീലിമയുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് വിപിയുടെ കാര്യത്തിൽ പേടി വേണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിലും വിപിൻ ചേട്ടന് എനിക്ക് പേടിയോ സംശയമൊന്നുമില്ല. ഇത്തിരി കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു പൊള്ളയാ ആ പെങ്കൊച്ചിന്റെ. അല്ലെങ്കിൽ പിന്നെ അനുക്കുട്ടിയുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കോ? അതെ, എന്നോട് വലിയ ഇഷ്ടാ നീലിമ ചേച്ചിക്ക്. ശോ, 100 ആയുസ പറഞ്ഞു തീർന്നില്ല. അത് ശരി, ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്ന അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ എല്ലാരും കൂടി എത്തിയല്ലേ? അതിപ്പോ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത് ഒരേ കാര്യല്ലേ, അല്ലേ? അനുക്കുട്ടി, അമ്മയാകാനുള്ള പ്രാർത്ഥനയൊക്കെ നടത്തിയോ? ഞങ്ങൾ തൊഴാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം നല്ലതായിട്ട് വരും. ഈ കുഞ്ഞാണല്ലോ നമ്മുടെ എല്ലാ സ്വപ്നവും ഭാഗ്യവും ഒക്കെ, അല്ലേ അമ്മേ? അതെ അതെ, ഈ കുഞ്ഞിന്റെ ഭാവിയാ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഞാൻ അനുക്കുട്ടിയോട് പറയായിരുന്നു നീലിമ മോള് വീട്ടിലേക്ക് താമസിക്കാൻ വരുന്ന കാര്യേ. എത്ര ദിവസം കുളിച്ചു തൊഴാനുള്ള? 11 ദിവസം. ആ 11 ദിവസം കൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. പരിഹാരം ആവണം. പരിഹരിക്കാൻ വേണ്ടിയല്ലേ ഡോക്ടർ നീലിമ കുതിരപ്പന്തി വീട്ടിൽ വന്ന് താമസിക്കുന്നേ. മുറിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നീലിമ മോള് വരുന്നൂന്നറിഞ്ഞപ്പോഴേ അനുക്കുട്ടിക്ക് എന്ത് സന്തോഷായിന്നോ. ഇപ്പോ അനുക്കുട്ടിക്കും അനുക്കുട്ടിയുടെ കുഞ്ഞിനും ഇടത്തും വലത്തും 2 ഡോക്ടർമാരുടെ കാവലും കൂടിയായി. അനുക്കുട്ടിയുടെ കുഞ്ഞിന്റെ കാര്യം നോക്കാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. 10 ദിവസമെങ്കിൽ 10 ദിവസം. അനുക്കുട്ടി ഒന്ന് വന്നേ. അതെന്താ നിങ്ങൾ തമ്മിലൊരു രഹസ്യം? എന്റെ പൊന്നമ്മേ, ഒന്നുമില്ല. ഞങ്ങള് കൂട്ടുകാരികളല്ലേ, ചുമ്മാ ഒരു കിന്നാരം പറയാൻ വേണ്ടിയാ. വാ. എന്റെ അനുക്കുട്ടി, ഇന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പേടിച്ചു പോയി. സത്യം പറഞ്ഞ അതുകൊണ്ടാ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാന്ന് വിചാരിച്ചത്. FDI അഥവാ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, FPI അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് FI. ഞാൻ പറഞ്ഞില്ലേ
ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂന്ന്. അതല്ലേ പ്രതാപ പറഞ്ഞു തരുന്നത്. പിന്നെ ട്രേഡിംഗ് ആണെങ്കിൽ സിങ്ക് ട്രേഡിംഗ്, ഡേ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്. മതി, നിർത്തിയേക്ക്. അല്ലെങ്കിൽ വേണ്ട, ക്ലാസ് കട്ട് ചെയ്തേ ഞാനങ്ങ് ഇറങ്ങിയേക്കാം. എണീക്കടി, വാ. അതെന്താ പ്രതാപ, പിണങ്ങിപ്പോവാണോ? നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്. പിണക്കമൊന്നുമില്ലേ, നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇപ്പൊ നേരമില്ല, അതാ. എടീ വാ. പ്രതാപ്, പിൻവിളി വേണ്ടച്ചാ, നിൽക്കാൻ നേരമില്ല. പടി. മോനെ പ്രതാപ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രതാപ, ഞാൻ വന്നത് കുഴപ്പമായോ ആന്റി? ചില കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റി, അതുകൊണ്ട് രാഗിണി വിഷമിക്കണ്ട. എന്നാ ഞാനും പോവാ ആന്റി. അയ്യോ, ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരി. തൃപ്തിയായല്ലോ നിനക്ക്, അല്ലേ? സേനേട്ടന് തൃപ്തിയായല്ലോ. മനസ്സ് വിഷമിച്ച എന്റെ കൊച്ചുകൂടെ ഇറങ്ങിപ്പോയത്. സാരമില്ല, ഇപ്പൊ ഒരു കുഞ്ഞുറുമ്പ് കടിച്ച നോവേ കാണുള്ളൂ. ഭാവിയിലെ വലിയ സങ്കടം ഒഴിവാക്കാൻ അത് നല്ലതാ. ഓ, പിന്നെ നീ മാത്രം വലിയൊരു ബുദ്ധിമതി. അതെ, നീ എന്ത് പറഞ്ഞാലും ഞാനത് തൊണ്ട തൊടാതെ വിഴുങ്ങുമായിരുന്നു. അത് നീ കരുതും പോലെ എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. നീ പറയുന്നതിൽ കുറച്ച് കഴമ്പുകാരെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. പക്ഷെ ഇതിത്തിരി കടന്നുപോയി. എന്ത് കടന്നുപോയെന്ന സേനേട്ടൻ നീ പറയുന്നത്? എന്തായി പറയുന്നത്? പ്രതാപനെ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെ ആയില്ലേ? ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നതുപോലെ, ഒരുമാതിരി ഫിനാൻഷ്യൽ കൺസൾട്ടൻസും അവളുടെ ഒടുക്കത്തെ വിജ്ഞാനം വിളമ്പലും. അത് ശരി, ഇപ്പൊ പെങ്കുച്ചിനായ കുഴപ്പം. മരുമോൻ ഇപ്പോഴും ക്ലീൻ ചിറ്റ്. എന്റെ സേനേട്ടൻ എപ്പോഴാന്ന് നേരം വിളിക്കുക? ആ പെങ്കുച്ചു വന്ന് വിജ്ഞാനം വിളമ്പിയതുകൊണ്ടാ മരുമോന്റെ കള്ളത്തരത്തിന്റെ പുള്ളി തെളിഞ്ഞത്. അവൾ ചോദിച്ച ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് പ്രതാപൻ കേട്ടിട്ട് പോലും ഉണ്ടോ? എടി, അത് പിന്നെ പ്രതാപൻ ഉദ്ദേശിച്ച പദ്ധതി അതൊന്നും ആയിരിക്കില്ല. പ്രതാപന്റേത് മാത്രമായിട്ടുള്ള ഗൂഢപദ്ധതികൾ പ്രതാപന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്റെ പെങ്കൊച്ച് നാളെ അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അനുഭവിക്കേണ്ട കാശ് ഉപ്പ് തവിട് പൊടിയാക്കി കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന്റെ തനിനിറ പൊളിഞ്ഞു കാണാൻ വേണ്ടി തന്നെയാ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ വിളിച്ചു വരുത്തിയത്. ഓ, സമ്മതിച്ചു. എന്നിട്ടൊടുക്കം വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലായി കാര്യങ്ങൾ. പ്രതാപന് അവന്റേതായ പദ്ധതികളുണ്ട്. അതൊരു നരുന്ന് പെണ്ണ് ചോദിക്കുമ്പോ പറയേണ്ടെന്ന് അവൻ കരുതി കാണും. അത്രേ ഉള്ളൂ. സേനേട്ടന്റെ അറിവിൽ പ്രതാപന്റെ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു. നോക്ക്, അനു, എടുത്തു ചാടിയതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവും. അമ്മമാരുടെ മനസ്സ് സങ്കടപ്പെടുത്താൻ പാടില്ലെന്ന്. ശങ്കരമംഗലത്ത് ഒരു അമ്മയുണ്ട്, അത് മറക്കരുത്. വിപിൻ ചേട്ടാ, നല്ലൊരു ദിവസമായിട്ട് എന്നെ മൂഡ് ഓഫ് ആക്കല്ലേ പ്ലീസ്.
എന്നാലും മുത്തശ്ശി വന്നിട്ട് മോളെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മോളൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള പരിഗണന പോലും തരാതെ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ ലക്ഷ്മി. കാണേണ്ടവര് കാണേണ്ട സമയത്ത് വന്നോളും. എന്തായാലും ഒരുപാട് ലോകം കണ്ട ആൾക്കാരല്ലേ അവര്. ഓ, എന്നാൽ ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അനുക്കുട്ടിയുടെ അമ്മയ്ക്ക് പുതിയ കുഞ്ഞ് വരാൻ പോകുന്നോണ്ടാണെന്ന് കരുതാം. മുത്തശ്ശിക്കൊന്ന് വരാലോ. അനു ആണെങ്കിൽ ഇതുവരെ മുത്തശ്ശിയെ കണ്ടിട്ടില്ല എന്നും പറയുന്നു. എടി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ അല്ലല്ല നിങ്ങളുടെ അമ്മയും മോളും ഭയങ്കര സംഭവം. എനിക്കതില് വലിയ വിഷമമൊന്നുമില്ല. എനിക്ക് ഈ വീട്ടിലെല്ലാവരും ഇല്ലേ, അമ്മയില്ലേ, അച്ഛനില്ലേ, പിന്നെ എന്റെ വിഭജനില്ലേ, യമനീച്ചയില്ലേ. അപ്പോ എനിക്ക് അനുക്കുട്ടിയോട് സ്നേഹമില്ലെന്നാണോ? അയ്യോ, ശശാങ്കേട്ടനും ഉണ്ട്. ഉണ്ടോ? അതോ. എന്തായാലും മുത്തശ്ശി ഇങ്ങോട്ട് വരാത്ത സ്ഥിതിക്ക് മോൾ അങ്ങോട്ട് പോണം, പോയി കാണണം. അതെന്തിനാ? അത് വേണമല്ലോ. ശങ്കരമംഗലത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയണ്ടേ. ഓ, സ്വത്തായിരിക്കും നിന്റെ മനസ്സിൽ അല്ലേ? എനിക്കെന്തിനാ അവിടുത്തെ സ്വത്ത്? എനിക്കുള്ള സ്വത്തൊക്കെ എന്റെ വീട്ടുകാരുണ്ടാക്കി തന്നിട്ടുണ്ട്, ഈ കുതിരപ്പന്തി ഉൾപ്പെടെ. നീ വീടിന്റെ മഹാത്മ്യം എപ്പോഴെപ്പോഴും പറയണമെന്നില്ല. ഞാൻ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. നിന്റെയും നിന്റെ വീട്ടുകാരുടെയും മഹത്വമല്ലേ ഇത്രയും കാലം കേട്ടോണ്ടിരിക്കുന്നത്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ അനുക്കുട്ടിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. അതും ആ കുട്ടി ഒരു അമ്മയാവാൻ പോവുക. അതിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൂടി ബാധിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വല്ല ദേവീ സ്തോത്രോ ലളിതാ സഹസ്രനാമോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കുക. അല്ലാതെ കുനിഷ്ടും പുന്നായ്മ. വെറും പ്രണയപ്പകയുടെ പേരിൽ പിന്തുടർന്ന് വേട്ടയാടുകയല്ല ഈ നീലിമ. ശത്രുവിനെ അവന്റെ പാളയത്തിൽ തന്നെ ചെന്ന് നേരിടുകയാണ്. ഇവിടുന്ന് ഞാൻ തുടങ്ങാൻ പോവാ. ശത്രുവിന്റെ വീട്ടിലെത്തി പിടിമുറുക്കി. ഇനി ആ പിടി ഞാൻ വിടില്ല. ശ്വാസം മുട്ടി, കണ്ണുകൾ മിഴിച്ച്, കൈകാലുകൾ ഇട്ടടിച്ച് പിടഞ്ഞ് പിടഞ്ഞ് തീരുന്നത് എനിക്ക് കാണണം. മുച്ചോട് മുടിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും. ദുശാസനന്റെ ചോര പുരണ്ട കൈകൊണ്ട് മാത്രമേ മുടി കെട്ടൂ എന്ന് വാശി പിടിച്ച ദ്രൗപദിയുടെ അതേ മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. വിപിനെ അനുവിനെ രണ്ടു വഴിക്കാക്കും ഞാൻ. സ്വസ്ഥത കിട്ടാതെ അയാൾ അലഞ്ഞ് നടന്ന് തീരുന്നത് എനിക്ക് കാണണം. തൊണ്ട നനയ്ക്കാൻ ഒരിറ്റ വെള്ളത്തിനായി എന്റെ മുൻപിൽ വന്നു നിന്ന് യാചിക്കണം. അത് കണ്ട് എനിക്ക് ഉറക്ക ചിരിക്കണം. കുതിരപ്പന്തി വീട് നാമാവിശേഷം ആക്കിയിട്ടേ ഞാൻ ഇവിടെ നിറങ്ങൂ. പാവം വിജയലക്ഷ്മിക്ക് അറിയത്തില്ലല്ലോ നീലിമയുടെ മനസ്സിലെ തീയ്. ഞാൻ വീട്ടിലുണ്ട് മാഷെ. അയ്യോ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടിയുമായിട്ട് വന്ന് പിക്ക് വരുന്നല്ലോ. ആ ശരി മാഷെ. ആരാ നന്ദേട്ടാ? ഗോവിന്ദ മാഷ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ എന്താ വിശേഷിച്ച്? ആ ശടാ, അനുക്കുട്ടിയുടെ അമ്മായി അച്ഛനല്ലേ, ബന്ധുവീട്ടിൽ വന്നൂടെ മാഷിന്? അല്ല, എന്തേലും കാര്യമില്ലാതെ മാഷ് വരാറില്ലല്ലോ. വരട്ടടോ, വരുമ്പോ അറിയാലോ കാര്യം എന്താണെന്ന്. പവിഴം, ഫുൾ നെയിം പവിഴമല്ലി. ഇവിടുത്തെ ശീലങ്ങളൊക്കെ പങ്കജനോട് പറഞ്ഞതുകൊണ്ട് 2 കവർ നിറയെ സാധനങ്ങളുമായിട്ടാ വന്നേ. പങ്കജത്തിന് എന്തു പറ്റി? മാഡവും സാറും കൂടി ഒരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തില്ലേ, അതാ കറുത്ത കണ്ണട വെച്ച് ഓടിച്ചു. ഇപ്പതേ പാണ്ടി ലോറിക്ക് അടിപ്പെട്ട തവളെ പോലെ ഇങ്ങനെ കിടക്കുക. ഏതായാലും പവിഴം വന്നത് നന്നായി. ഇന്ന് നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഓ, അപ്പൊ ചായ എടുക്കണമായിരിക്കല്ലേ, അല്ലെങ്കിൽ ജ്യൂസ്? ഏത് ഗസ്റ്റാ? എന്റെ മോളുടെ അമ്മായിയച്ഛന്. ഓ, അമ്മായിയച്ഛൻ, അതുകൊണ്ട് ഗസ്റ്റ്. അമ്മായിയമ്മായിരുന്നെങ്കിൽ ഗോസ്റ്റ്.
അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അതെ, പങ്കജത്തിന്റെ നാക്കായിരുന്നു ഇവിടെ സാവിത്രി ചിറ്റയ്ക്കും അമ്മയ്ക്കും ഒക്കെ പ്രശ്നം. ശബ്ദം ഉയർത്തേണ്ട അടുത്ത് ശബ്ദം ഉയർത്തണം മാഡം, പ്രത്യേകിച്ചും സ്ത്രീകൾ. സർവൻസുകൾക്കിടയിലെ ഒരു വിപ്ലവകാരിയാണ് ഞാൻ. ഒന്ന് മാറിയേ. കൊള്ളാലോ, ഇവിടെ ഞാനൊരു കലക്കും. എന്തിനാ സ്ഥലം അളയിലിരുന്നേക്കന്നെ വലുതാണല്ലോ വന്നത്. നന്ദേട്ടനിപ്പോ പറഞ്ഞതേ ഉള്ളൂ മാഷിന്റെ കാര്യം. പെട്ടെന്ന് എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? അത് തന്നെ ഞാനിപ്പോ സംഗീതയോട് പറയായിരുന്നു. മാഷ് ഇങ്ങോട്ട് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങോട്ട് വന്നാ അനുക്കുട്ടിക്ക് അത് ദേഷ്യാവില്ലേ? ഞങ്ങളായിട്ട് അവളുടെ സന്തോഷം കളയുന്ന എന്തിനാ? മാഷ് അകത്തേക്ക് വാ. വരൂ. അമ്മേ, അനുക്കുട്ടിയുടെ അമ്മായിയച്ഛനാ ഗോവിന്ദൻ മാഷ്. അമ്മായി അച്ഛനല്ല, അച്ഛൻ. ഞാൻ എന്റെ സ്വന്തം മകളായിട്ടാ അനുവിനെ കണക്കാക്കുന്നത്. ചായ, കോഫി, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, വിത്തൗട്ട് ഷുഗർ, എന്താ വേണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ തരുന്ന കാപ്പി കുടിച്ചിട്ട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് എന്നോട് കേട്ടോ. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വെക്കുക. ഉപേക്ഷ വിചാരിക്കരുത്. നിന്നെ ആരെങ്കിലും വിളിച്ചോ? നീ എന്തിനാണ് അവന്റെ വായി കയറാൻ പോന്നേ? നീ നിന്റെ കാര്യം നോക്കിയാ മതി. നീ എന്തിനാണ് എന്റെ കുടുംബത്തിൽ കയറാൻ വരുന്നേ? എടാ പ്രതാപ, ഇങ്ങോട്ട് വരാൻ. പറഞ്ഞാക്കട, എന്താടാ ഇത്? എടാ അവൻ അവിടെ ഇരിക്കട്ടെ, നീ ഇങ്ങോട്ട് വരാൻ. ഇവിടെ വരാൻ. മെടുക്കാൻ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാ നീ എന്തിനാണ് അവനോട് വായിട്ടളിക്കാൻ പോന്നേ? നീ കാര്യം പറ. മൂക്ക് ഞാനൊരു വാക്ക് കൊടുത്തു. പ്രതാപനെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന്. ആദ്യം കാര്യം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സമ്മതിക്കണോ വേണ്ടെന്ന്. നീ പറഞ്ഞോ മോളെ. പറയൂ. പറ. പ്രതാപേട്ട, ഇത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഓ, നൃത്തം പഠിക്കാനായിരിക്കും. നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ അവനവന്റെ കാര്യം നോക്കി ജീവിക്കണമെന്ന്. എടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം? പാട്ടിയുടെയും പൂച്ചയുടെയും പുറകെ നടക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയും സംസാരിച്ചോളാം. നിന്റെ സർക്കിൾ അല്ല ഇത്. ഞാൻ സർക്കിളും അല്ല, SP അല്ല, പക്ഷേ അതിക്കും മേലെയാ ഈ വീട്ടിലെ DGP. ഓ, ഒരു DGP. നീ കാര്യം പറ. ഡാൻസ് പഠിക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അവള് പറയട്ടെ. മോള് പറ. ഡാൻസ് പഠിക്കാൻ വിട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പഠിക്കണം. എന്തേലും ഒരു ക്രാഷ് കോഴ്സ് എങ്കിലും. അത് വളരെ നല്ലതാ മോളെ. മോള് പഠിച്ചൊരു നല്ല ജോലി വാങ്ങണം. എന്റെ മരുമകൾ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമാണ്. അതെ, മകന് ജോലിയൊന്നുമില്ലല്ലോ. എനിക്ക് സന്തോഷമുള്ള കാര്യം മോളെ. അതിനിവിടുന്ന് ആര് വിട്ടിട്ട് പോവാനാ? പ്രതാപ, ഇവിടെ വരാൻ. പ്രതാപ, എന്റെ ഭാര്യ പഠിപ്പിക്കാൻ വേണ്ടോന്നേ ഞാനാ തീരുമാനിക്കുന്നത്. മനസ്സിലായടാ എനിക്ക്? എന്നാ നീ തീരുമാനിക്കടാ, ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കാം. ഇവനൊക്കെ രണ്ടിനും എന്തിന്റെ കേടാ? എടാ പ്രതാപ, എടീ, ഏത് കോഴ്സാ എവിടാ പഠിക്കേണ്ടതെന്ന് നീ പറ, ഞാൻ കൊണ്ട് ചേർക്കാം. എടാ പ്രതാപ ഇങ്ങോട്ട് വരാൻ. നിന്റെ ആ പട്ടിയെ ഞാൻ വിഷം വെച്ച് കൊല്ലും, നോക്കിക്കോ. ഒരു പട്ടിയും പൂച്ചയും ഇവിടെ വന്നിരിക്കണ. നീ എന്തിനാ അവന്റെ വായിക്കറാൻ പോന്നെ? ആ വിഷം അവനോട് കൊടു, ചാവട്ടെ. നല്ലൊരു കാര്യം സംസാരിക്കുമ്പോഴേ ഇത് തന്നെ ഈ വീട്ടിനകത്ത്. അവന്റെ ഒരു എന്തായാലും പ്രതാപേട്ടൻ സമ്മതിച്ചല്ലോ. താങ്ക്സ് മോളെ,
നീ പഠിക്കണം. പഠിച്ച് മിടുക്കിയായിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കണം. ഒരു ജോലിയുള്ളത് പെൺകുട്ടികൾക്ക് ഒരു ധൈര്യമാണ്, ഒരു അന്തസ്സ. ഞാനും അത് തന്നെയാ മോളോട് പറഞ്ഞത്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കേണ്ട കാലഘട്ടം ഇത്. സ്വന്തം കാലിൽ നിൽക്കുക മാത്രമല്ല, വേണമെങ്കിൽ ചിലരുടെ കാലുകളെ തല്ലി ഒടിക്കാനും പറ്റും. എന്താണ് കുഴപ്പം? ഞാനൊരു ലോകതത്വം പറഞ്ഞതേ ഉള്ളൂ. ചേടാ, ഇവിടെ ഇരുന്നൊന്ന് ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഈ വീട്ടില്. എന്തായാലും ഞാൻ എന്റെ ഭാര്യയെ പഠിക്കാൻ വിടാൻ തീരുമാനിച്ചു. നീ അവളെ അടിമയാക്കി വെച്ചേക്കുവാണെന്ന് ആരും പറയില്ലല്ലോ. നീ പഠിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തോ. ഇത്ര പെട്ടെന്ന് സാധിക്കുന്നു ഞാൻ ഓർത്തില്ല. ഞാനും മോക്ക് സന്തോഷായില്ലേ ഇപ്പൊ? സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. നിന്റെ കാലിൽ ഞാൻ ചവിട്ടി ഓടിക്കാൻ നോക്കിക്കോ. വാവൂട്ടി അവിടെ കാണാൻ ഇരിക്കണം. പ്രതാപേട്ട, എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞല്ലോ, ഒരുപാട് താങ്ക്സ്. സമ്മതിക്കില്ല എന്നാ ഞാൻ കരുതിയത്. അല്ലെങ്കിലും പ്രതാപനെ ഇതുവരെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ആരും ശ്രമിച്ചിട്ടുമില്ല. ഇങ്ങനെയൊന്നും പറയല്ലേ പ്രതാപേട്ട.